ഹായ്, ഹലോ. എൻ്റെ പേര് ഹാഷിം. ഞാൻ ക്രിയേറ്റീവ് എന്നുള്ള ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. അതായത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറയുന്നത് ഇപ്പം എല്ലാവർക്കും അറിയാം, യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ് ഗൾഫ് മേഖലകളിലൊക്കെ. അതിൻ്റെ ഭാഗമായിട്ടാണ്. അതുകൂടാതെ തന്നെ പെട്രോൾ ഡീസലിന് കഴിഞ്ഞ ഒരു 1 വീക്കായിട്ട് വില കൂടിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഞാനിന്ന് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്തപ്പോൾ തന്നെ കണ്ട ഒരു വല്ലാത്തൊരു ഒരു സങ്കടമായ ന്യൂസ് തന്നെയാണ്. കാരണം പെട്രോളിനും ഡീസലിനും വില കൂടി. പെട്രോളിന് 2 രൂപ 61 പൈസ, ഡീസലിന് 2 രൂപ 21 പൈസ. സത്യത്തിൽ എന്നെപ്പോലുള്ള സാധാരണ ആളുകൾ, ജനങ്ങൾ, ഇപ്പോൾ ഞാനടക്കമുള്ള സാധാരണ ജനങ്ങൾ ഇതിൽ ഇനിയിപ്പോൾ എങ്ങനെ ഫേസ് ചെയ്യുന്ന അറിയില്ല. വെച്ചാൽ ഒരു 2 പൈസ എന്ന് പറയുമ്പം അതിൽ ടാക്സ് വരും. കേരള സർക്കാരിന് ടാക്സ് ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു 3 രൂപയുടെ അടുത്തോളം എന്തായാലും വരും മൊത്തം പറയുകയാണെങ്കിൽ. അത് തന്നെ എല്ലാം കൂടി എന്ത് ചെയ്യുമെന്ന് ഒരു ഐഡിയയും കിട്ടുന്നില്ല എല്ലാവരും ഇതിൽ. ഇപ്പോൾ ഞാൻ ആരെയും കുറ്റപ്പെടുത്തി സംസാരിക്കുന്നില്ല ഈ വീഡിയോയിൽ. അതായത് ഇവിടെ കേരളത്തിലുള്ള പല ആളുകളും കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അത് ഈ ഇലക്ഷനിൽ നിങ്ങൾ കണ്ടതാണ്, എല്ലാവർക്കും അറിയാം. 3 സീറ്റ് കിട്ടിയ പാർട്ടി, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇവർക്കൊക്കെ സത്യത്തിൽ ഭയങ്കര ഒരു അടിയനാണ്. പക്ഷെ അവർക്ക് പ്രശ്നമൊന്നുമില്ല, അവർ സപ്പോർട്ട് ചെയ്യുന്ന അവർ വിശ്വാസമാണ്. പക്ഷേ ഈ ഇലക്ഷൻ സമയത്ത് അവർ പിടിച്ചു വെച്ചു. ഓക്കെ, ഇലക്ഷൻ കഴിഞ്ഞ സമയത്ത് തന്നെ അവർ കറക്റ്റ് അവർ ഇതാക്കുകയും ചെയ്തു, പുട്ടും ചെയ്തു. ഇപ്പോൾ എല്ലാം തന്നെ എല്ലാവർക്കും അറിയാം. പോയി യുദ്ധത്തിന് പ്രശ്നം കൊണ്ട് തന്നെ ഇന്ത്യയിൽ മാത്രമല്ല മറ്റുള്ള എല്ലാ രാജ്യങ്ങളിലായാലും മറ്റുള്ള സംസ്ഥാനങ്ങളൊക്കെ, ഇന്ത്യയിലെ സംസ്ഥാനങ്ങളായാലും ഒക്കെ എല്ലാവരും ഭയങ്കര ബുദ്ധിമുട്ട് നിൽക്കുകയാണ്. ഈ സമയത്ത് തന്നെ അവരിങ്ങനെ ഈ പെട്രോളും ഡീസലിനും മറ്റുള്ളതിനൊക്കെ വില കൂട്ടിയത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ പറയേണ്ട ആവശ്യം, ഇപ്പോൾ ഇന്നലെ ഞാൻ വീഡിയോയിൽ പോസ്റ്റ് ചെയ്തിരുന്നത് ഹോട്ടലുകളിലെ സാധനങ്ങൾ വിലക്കയറ്റം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ പാലിൻ്റെ വില കൂട്ടി. പാലിപ്പോൾ ജൂൺ 1 മുതൽ 4 രൂപയാണ് വരാൻ പോകുന്നത്. 4 രൂപ കൂട്ടിയാണ് വരാൻ പോകുന്നത്. എന്ത് ചെയ്യുന്ന ഒരു ഐഡിയയും കിട്ടുന്നില്ല. പല ആളുകളും പല കമൻസ് കാരണം കാണുന്നുണ്ട് യൂട്യൂബിൽ. ഞാൻ അധികം വായിക്കാൻ പോയിട്ടില്ല, രാവിലെ തന്നെ അല്ല. ചിലത് മുമ്പൊക്കെ എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഒരു 10 വർഷം മുമ്പ്. ഞാൻ ഒരു പാർട്ടിയും കുറ്റപ്പെടുത്തി സംസാരിക്കില്ല. അപ്പോൾ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇതുപോലെ അന്നൊക്കെ എൻ്റെ ഓർമ്മയിൽ 50 രൂപ 60 രൂപ അടുത്ത പെട്രോളിൻ്റെ പെട്രോളിനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ 1 രൂപ 2 രൂപ കൂട്ടിയതിൻ്റെ ഇവരെ എല്ലാ പാർട്ടിക്കാരും എല്ലാ മിക്ക ദിവസം ഹർത്താലും ബന്ധം നടത്തുന്നു. അപ്പോൾ അത് ഞാൻ നടത്തണമെന്നല്ല പറയുന്നത്. അതിൽ ഒരു പ്രതികരിക്കുമായിരുന്നു അന്നത്തെ പ്രതിപക്ഷമായാലും. പക്ഷെ ഇപ്പം ഒരാളും ഇതിനെക്കുറിച്ചൊന്നും ഒരു പാർട്ടിയും ഇതിനെക്കുറിച്ചൊന്നും സംസാരിക്കുക, പ്രതികരിക്കുകയൊന്നുമില്ല. അവർ ഇത് കേട്ടിട്ട് ഇവിടെ മിണ്ടായിരിക്കുക ചെയ്യുന്നത്. അതിൽ ജനങ്ങളുടെ കമ്മിറ്റ്മെൻ്റ് സംഭവം ഇവർക്കില്ലെന്നാണ് എനിക്ക് ഇന്നത്തെ ഈ ന്യൂസ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്. നമ്മൾ ഇത് മാത്രമല്ല, ഇപ്പോൾ ഇതിൻ്റെ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ തന്നെ വില കൂട്ടിയും അപ്പോൾ ഒരു പ്രതിപക്ഷം ഒരു രക്ഷണം മിണ്ടിയിട്ടില്ല. അതിന് ഒരു ധർണ ഒന്നും നടത്തിയിട്ടില്ല. അല്ലെങ്കിൽ ഇവർ തൊട്ടയും പിടിച്ചതിനൊക്കെ ഇവർ റോഡ് പിക്കറ്റ് ചെയ്യാം, റോഡ് ബ്ലോക്ക് ചെയ്തതിൻ്റെ ഓരോ കാരണം പറഞ്ഞിട്ട് ഞങ്ങൾ ചെയ്യണം എന്നല്ല പറയുന്നത്. സംഭവിച്ചാൽ ഏതൊരു പാർട്ടി ആയാലും ഇപ്പോൾ ഇത്രയും വലിയൊരു ജനങ്ങളുടെ മേൽ ഇത്രയും വലിയൊരു ബാധ്യത ഏൽപ്പിക്കുകയല്ല അവർ ചെയ്യുന്നത്. അതായത് കഴിഞ്ഞൊരു 1 വീക്കിൻ്റെ ഉള്ളിൽ 1 വീക്ക് കഴിഞ്ഞു, നെക്സ്റ്റ് പുതിയ വീക്ക് വീണ്ടും തുടങ്ങുകയാണ്. ഇപ്പോൾ തന്നെ ഒറ്റയടിക്ക് 6 രൂപയുടെ മുകളിലാണ് വില കൂട്ടിയത്. ഈ 6 രൂപ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കും. ഇപ്പോൾ ഈ പെട്രോളിനും ഡീസലിനും തന്നെ വില കൂടിയാൽ തന്നെ മറ്റുള്ള എല്ലാത്തിനും വില കൂടും. ഇപ്പം ഇനിയിപ്പം വരാൻ പോകുന്നത് ഇപ്പോൾ അടുത്ത ബസ് ചാർജ് കൂട്ടാൻ വേണ്ടിയിട്ടായിരിക്കും അടുത്ത ഇതായിട്ട് വരാം എന്തായാലും ഉറപ്പാണ്. ഞാൻ 100% പറയുന്നുണ്ട്, ബസ് ചാർജ് ഒക്കെ കൂട്ടും. ഒന്ന് സ്കൂൾ തുറക്കാൻ പോവുകയാണ്, ഒരു ഡീസലിന് നമുക്ക് വില കൂടിയല്ലോ, ഇനി നമുക്ക് ഇതിൽ നടക്കില്ല ബസ് ഓണേഴ്സിന് ആളുകൾ വരും. പിന്നെ ഇപ്പം തന്നെ ഹോട്ടൽ അറിയാലോ, പല ഹോട്ടൽ പല വിലയിലാണ് സാധനം വിൽക്കുന്നത്. അതുപോലെ തന്നെ പലചരക്ക് വ്യാപാരങ്ങളായാലും അതുപോലെ ഇതിലെ സൂപ്പർ മാർക്കറ്റിലായാലും മറ്റുള്ള എന്തായാലും ഇപ്പോൾ പാലിന് വില കൂടാൻ പോകുന്ന 4 രൂപ. അതുപോലെ തന്നെ എല്ലാം ഇതിനെ രണ്ടിരട്ടി, അതായത് ജനങ്ങളുടെ നടുവൊടിക്കുന്ന ഒരു ഇത് തന്നെ പറയേണ്ടി വരും. എനിക്ക് കേട്ടപ്പോൾ സങ്കടം തോന്നിയിട്ടുണ്ട് ഇന്നത്തെ ഇത് കണ്ടപ്പോൾ തന്നെ. പെട്രോളിൻ്റെ ഡീസൽ വില കൂട്ടുമ്പോൾ തന്നെ എന്തെങ്കിലും ഒരു മാറ്റം വരുമെന്നാണ് ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇനി അത് പ്രതീക്ഷിക്കുന്നില്ല. സംബന്ധിച്ചാൽ ഞാൻ ആരും ഒരു കുറ്റപ്പെടുത്തി സംസാരിക്കുകയല്ല. എന്ന് വെച്ചാൽ ഇവിടുത്തെ കേന്ദ്രത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിൽ അവർ നല്ലത് ചെയ്യുന്നില്ല എന്ന് പറയുന്നില്ല. പക്ഷേ ഇതുപോലുള്ള ചെയ്യുമ്പം ഭയങ്കര ഒരു വിഷമമാണ്. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ തന്നെ എല്ലാവർക്കും അറിയാം. ഇപ്പോൾ സിലിണ്ടർ തന്നെ കിട്ടാനില്ല, പലയിടത്തും പല പരാതികളുണ്ട്. അതിനിടയ്ക്ക് ഇതും കൂടി എന്തായാലും എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്താണ് ഇതിൻ്റെ കാരണം നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇതെൻ്റെ ഒരു പ്രതിഷേധ പ്രകടനമൊന്നുമില്ല.
എൻ്റെ ഒരു നമ്മളൊക്കെ സാധാരണക്കാര ജനങ്ങളാണ്. അതായത് പലരും പറയാറുണ്ട്, പണമുള്ളവന് പ്രശ്നമില്ല എന്ന് പറയാറുണ്ട്. പക്ഷെ പണക്കാരന് അതായത് പണമുള്ളവന് അവർക്ക് അതിനായിട്ടുള്ള വേദനകളുണ്ടാവും. പാവപ്പെട്ടനായിട്ടുള്ള പണമില്ലാത്തതിന് വേദന ഉണ്ടാവും. അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കുക. അപ്പോൾ എന്തെങ്കിലും ഇതിൽ എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം.